ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ തന്നെ കിച്ചൺ ടൂർ വീഡിയോ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഹോം ടൂറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2650 സ്ക്വയർ ഫീറ്റിൽ നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഇൻറ്റീരിയറുകളോടൊക്കെ കൂടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ ഹോം ടൂർ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 ബെഡ്റൂമുകളോട് കൂടിയിട്ട് 2 നിലകളിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. 2650 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തെടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് റൂഫോട് കൂടിയിട്ട് പ്രൊജക്ഷൻ വർക്കുകളെല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനും വീടിൻ്റെ ഭംഗി നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് മുകളിൽ നിന്നും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ പില്ലറുകളും വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളൻ സിറ്റ് ഔട്ട് വീടിന് കൊടുത്താൽ ആ ഒരു എക്സ്റ്റീരിയർ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു പില്ലറുകളൊക്കെ ഒരേ ഇതിലിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ ഒരു ഡിസൈന് കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിലോട്ട് കയറുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്രിൽ ഡോർ കൊടുത്തിട്ടുണ്ട്. അതേ ഡിസൈൻ തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ താഴ്ഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലെ ഇരിപ്പിടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഷൂ റാക്ക് കൊടുത്തിട്ട് അതിന് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറാണ് കേട്ടോ, അങ്ങനെ നീക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഈ ഒരു നീളത്തിൽ 3 വിൻഡോകൾ വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും നീളത്തിൽ ആ ഒരു എൽ ഷേപ്പിൽ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം താഴ്ഭാഗത്ത് ആ ഒരു ഗ്രിൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വൈറ്റ് കളർ തീമിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. ഫ്രണ്ട് ഡോർ ഇങ്ങനെയാണ് കേട്ടോ, ഡബിൾ ഡോർ മെത്തേഡിൽ ആണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനിൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഡോറിൻ്റെ മുകൾ ഭാഗത്തൊരു കാലിഗ്രഫി ഡിസൈന് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഹാളിലോട്ടാണ്. ഈ ഒരു മെയിൻ ഹാളിൽ തന്നെയാണ് ലിവിങ്ങിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ്, സ്റ്റെയർ എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ലിവിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ ഒരു ടീപ്പോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കർട്ടൻ്റെ ഒക്കെ ആ ഒരു കളർ തീമും ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും നല്ലൊരു റോയൽ ഫീൽ തരുന്ന രീതിയിലുള്ള കർട്ടനുകളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെറ്റിയുടെ കളർ തീമാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു സൈഡിൽ മാത്രം സീറ്റിംഗ് വരുന്ന രീതിയിലാണ് അവർ സെറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാളിൽ ഇതുപോലെ ഫ്രെയിം ചെയ്തിട്ടുള്ള നല്ലൊരു കാലിഗ്രഫി ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെപ്പറേഷൻ ആണ് ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വരുന്നത്. ലിവിങ്ങിൽ നിന്നും ഒരു സെപ്പറേഷൻ്റെ ഡിസൈനും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു വെറൈറ്റി ലുക്ക് തരുന്നൊരു ഡിസൈനാണ് ഈ ഒരു ചെയറിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലൊരു വെറൈറ്റി ഡിസൈനായിട്ട് തോന്നി. ഇതുവരെ അങ്ങനെ നമ്മൾ പൊതുവേ കാണുന്ന ഒരു ഡിസൈനിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെയും ടി വി യൂണിറ്റിൻ്റെയും നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ആ സീറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ ഭാഗം വരുന്നത്. സ്റ്റെയറിനോട് ചേർന്നിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്താണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ടോപ്പോട് കൂടിയിട്ട് വുഡൻ ഫ്രെയിമും കൊടുത്തിട്ട് ആണ് ഈ ഒരു ടേബിൾ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു ഡിസൈന് കാണാനായിട്ട്. ചെയറുകൾ കുഷ്യനൊക്കെ കൊടുത്തിട്ട് നല്ല
ഭംഗിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. 6 സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ടേബിളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗവും നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജൊക്കെ വരുന്ന രീതിയിൽ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് നല്ല ഒതുക്കത്തിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഹാളിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഈ രീതിയിലാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ. ഇനിയിപ്പോൾ അതാ ഇവിടെ ഈ ഒരു വാള് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പീക്കോക്ക് ഗ്രീൻ കളർ തീമിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ടെക്സ്ചർ പെയിൻറ്റിലാണ് കേട്ടോ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ യൂണിറ്റിൻ്റെ ഭാഗത്തും നല്ല ഭംഗിയിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ലൈറ്റ് ഓണാക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് അത് ലൈറ്റ് ഇട്ട സമയത്ത് കാണാനായിട്ട്. ഈ ഒരു സൈഡിലായിട്ടൊരു വിൻറ്റേജ് ക്ലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ടാണ് എന്നാൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഓവൽ ഷേപ്പിൽ വരുന്ന വാഷ് ബേസിനും നല്ലൊരു മിറർ യൂണിറ്റൊക്കെ വരുന്ന രീതിയിലൊരു കൗണ്ടർ ടോപ്പ് ബേസിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടാണ് ആ ഒരു ലൈറ്റ് വരുന്നത്. ഇവിടുത്തെ വർക്കുകളെല്ലാം തന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഒരുപാട് വർക്കുകൾ കുത്തി നിറക്കാതെ എന്നാൽ നല്ല സിമ്പിളായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സീലിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് ലൈറ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓവർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കർട്ടൻ ഇതാ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് കളർ തീമിലാണ് കർട്ടനുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് അവർ ബെഡ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നല്ല ഭംഗിയിലൊരു സിംഗിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. വൈറ്റ് കളർ തീമിലാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഭംഗിയിലൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിററിൻ്റെ ഷേപ്പൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ആ ഒരു മിററിൻ്റെ ആ ഒരു ഷേപ്പ്. പിന്നെ അതാ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജസ്റ്റ് നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ബാത്റൂമും സിമ്പിൾ ഡിസൈനിൽ എന്ന സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാളിലെല്ലാം വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈല്, വാഷ് ബേസിൻ യൂണിറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാളിൻ്റെ ഈ ഒരു പോർഷനിലോട്ടായിട്ട് ഇങ്ങനെ ഒരു പാസേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് കിച്ചണിലോട്ടും മറ്റൊരു ബെഡ്റൂമിലോട്ടുള്ള ഡോറ് വരുന്നത്. അത് കൂടാതെ പ്രയർ റൂമിലോട്ടുള്ള ഡോറും ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒളു എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് വാളിൽ കുറച്ച് ഹൈറ്റിൽ ടൈല് കൊടുത്തിട്ട് ഫ്ലോർ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് അവിടെ ഒരു വുഡൻ ടൈലൊക്കെ അതിൻ്റെ ഉൾവശത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒളു എടുത്തിട്ട് നേരെ പ്രയർ റൂമിലോട്ട് കയറാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ആ ഒരു സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യപ്രദമായിട്ട് തോന്നി കേട്ടോ. പ്രയർ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ അതുപോലൊരു സൗകര്യം ചെയ്തത്. അപ്പോൾ ഇതാണ് പ്രയർ റൂം വരുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രയർ റൂമാണ്. ഫ്ലോറിൽ അവർ കാർപ്പറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രയർ ഡ്രസ്സ് ഹാങ് ചെയ്ത് ഇടാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹോളി ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം കണ്ട് നോക്കാം. പ്രയർ റൂമിനോട് ചേർന്നാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ വരുന്നത്. ഇവിടെയും ആ ഒരു സിംഗിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്ലോറിൽ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഐവറി ടച്ച് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ സെപ്പറേറ്റ് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. വാർഡ്രോബിൻ്റെ ഭാഗത്ത് ഒരു മിറർ യൂണിറ്റ്, ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തോട്ടായിട്ടാണ്. അതിൻ്റെ ഒരു ബെഡിൻ്റെ തൊട്ട് മുകളിൽ വാളിലായിട്ട് നല്ല ഭംഗിയിലൊരു വാൾ ഡെക്കോർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പിന്നെ ഒരു ഗോൾഡൻ ആ ഒരു തീമിൽ വരുന്ന ഒരു ഡെക്കോറാണ്. നല്ല ഭംഗിയായിട്ട് തോന്നി ഈ ഒരു ഡെക്കോർ പീസ് കാണാൻ. ഈ ഒരു ബെഡ്റൂമും നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ബെഡ്റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത്. ഇനി ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. ബാത്റൂം വരുന്നത് ഇതാ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്. ഇതൊരു ചെറിയ ബാത്റൂമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര സൈസ് വരുന്നില്ല. ഒരു കുഞ്ഞു ബാത്റൂമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്.
വാളിലെല്ലാം ഒരു വൈറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് നിന്നാണ് കേട്ടോ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും അതുപോലെ തന്നെ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമും, അങ്ങനെ മൊത്തം 5 ബെഡ്റൂമോട് കൂടെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കണ്ടു നോക്കാം. അത് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്, ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ ഫ്ലോറെല്ലാം സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു കർട്ടൻ്റെ കളർ തീം ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ്, മിറർ യൂണിറ്റ്, ആ ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ ലൈറ്റുകൾ മാത്രം കൊടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ പിന്നെ വേറൊരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല സിമ്പിളായിട്ടാണ്, എന്നാൽ കാണാൻ നല്ല ഒതുക്കത്തിൽ നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു വൃത്തി തോന്നിക്കുന്ന രീതിയിലാണ് വർക്കുകളെല്ലാം വരുന്നത്. ഇവിടുത്തെ ആ ഒരു മിറർ യൂണിറ്റും ഒക്കെ വരുന്നത് ഈ ഭാഗത്തോട്ടാണ് കേട്ടോ. ഈ ഒരു വാർഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്, ആ ഒരു കോർണർ ഭാഗത്തോട്ടായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ബാത്റൂം കൊടുത്ത ഒരു ഭാഗത്തോട്ടായിട്ടൊരു സ്പേസും കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉള്ളിലോട്ടൊരു സ്പേസ് മാറിയിട്ട് അതിൻ്റെ ഉൾവശത്താണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇവിടെ അയൺ ടേബിളാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് കേട്ടോ അത്. ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നതുകൊണ്ട് ഇവിടെ അയൺ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉൾവശത്തോട്ടായിട്ടാണ് ബാത്റൂം വരുന്നത്. ജസ്റ്റ് നമുക്ക് ആ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. നല്ല സൗകര്യപ്രദമായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്തോട്ടായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 3 ബെഡ്റൂമുകളും ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ തന്നെ ബാക്കി 2 ബെഡ്റൂമുകൾ വരുന്നത് അപ്സ്റ്റെയറിൻ്റെ ഭാഗത്താണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത്. ഈ ഒരു ഹാളിലെ മെയിൻ ഒരു ഹൈലൈറ്റ് ഈ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗം വാളും ഹൈലൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റെപ്പുകളാണ്. റെയിലിംഗ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ലാൻഡിങ്ങിലായിട്ടൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകളിലോട്ട് കയറാൻ ഇനി ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പുകൾ വരുന്നത്. അതുകൂടാതെ ഇപ്പുറത്തോട്ടായിട്ട് ഈ ഒരു ലാൻഡിങ് സ്പേസിൽ ആണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു സ്റ്റഡി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ഏരിയ. ഇവിടെ ഫ്ലോറിൽ ആ ഒരു വുഡൻ ടൈപ്പ് ടൈല് കൊടുത്തിട്ട്, വുഡൻ തീമിൽ വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഏരിയ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ടേബിൾ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജും കൂടെ വരുന്ന രീതിയിലാണ് കേട്ടോ. നമുക്ക് ബുക്സ്, കാര്യങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽസും ബാഗും ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാളിൽ, ഈ ഒരു ഹൈലൈറ്റഡ് വാളിൽ ഇങ്ങനെ മൊമെൻറ്റോസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മൊമെൻറ്റോസൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈലൈറ്റായിട്ട് തോന്നിയ വേറൊരു കാര്യമാണ് ഈ ഒരു വലിയ വിൻഡോ കേട്ടോ. നന്നായിട്ട് കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് ആണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റഡി ഏരിയ കൊടുക്കുന്ന ഭാഗത്ത് എപ്പോഴും കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലായിരിക്കണം. ഇവിടെ നിന്നും നമ്മൾ അപ്സ്റ്റെയറിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഈ രീതിയിലാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അപ്സ്റ്റെയറിലെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. അത്യാവശ്യം വലിയൊരു ഹാളാണ് കേട്ടോ. നമ്മളിങ്ങനെ നേരെ കയറി വരുന്ന സമയത്ത് നേരെ പ്രവേശിക്കുന്നത് ഇങ്ങനെ വലിയൊരു ഹാളിലോട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. താഴത്തെ ഒരു ഹാളിൻ്റെ അതേ സൈസിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ഒരു സ്റ്റഡി ഏരിയയും വലിയ വിൻഡോയും അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്.
പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. താഴത്തെ ആ ഒരു ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിലൊക്കെ സെയിമാണ്. ആ ഒരു ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ സൈസും ഒക്കെ സെയിമാണ്. പിന്നെ ദാ ഇവിടെയും ഇങ്ങനെ ഒരു സിംഗിൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വാം ലൈറ്റ്. കർട്ടനുകളൊക്കെ സെയിം ആ ഒരു ചോക്ലേറ്റ് കളർ തീം തന്നെയാണ്. പിന്നെ ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ മിററിൻ്റെ. ബാക്കി റൂമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെയിമാണ്. പിന്നെ ദാ ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലോട്ട് തന്നെയാണ്. നമ്മൾ ആദ്യം താഴത്ത് കണ്ട ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള ഒരു സൈഡിൽ അതിൻ്റെ നേരെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെയും ആ ഒരു വൈറ്റ് ടൈൽ തന്നെയാണ് വാളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷ് ബേസിൻ യൂണിറ്റൊക്കെ കൊടുത്തിട്ട് സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം ഹാളിൻ്റെ ഈ ഒരു എൻഡിലായിട്ടാണ് വരുന്നത്. ഇവിടെ വാളിൽ ഇതുപോലൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. വൈറ്റ് ടൈൽ തന്നെയാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വാർഡ്രോബിൻ്റെ ആ ഒരു വാർഡ്രോബ് യൂണിറ്റും കൂടെ വരുന്നുണ്ട്. പിന്നെ കർട്ടനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ബാക്കി ബെഡ്റൂമുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് കളർ തീമിൽ വരുന്ന കർട്ടനുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ താഴത്ത് കണ്ട ഒരു ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ വാർഡ്രോബിൻ്റെ ഈ ഒരു സൈഡിൽ കോർണറിലായിട്ടാണ് ഇവിടെയും ആ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവർ ബാത്റൂമിലോട്ട് ഇതാ ഇങ്ങനെ ഒരു ഉള്ളിലോട്ടൊരു സ്പേസ് കൊടുത്തിട്ട് അവിടെയാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർ തൽക്കാലം തയ്യൽ മെഷീനാണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ ഇതാണ് ബാത്റൂം വരുന്നത്. സിമ്പിളായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്സ്റ്റെയറിൽ ഈ ഒരു 2 ബെഡ്റൂമുകളാണ് വരുന്നത്. രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇതുപോലെ വലിയൊരു ഹാളും പിന്നെ ഇവിടെ ഫ്രണ്ടിലോട്ടൊരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ, ഒരു ബാൽക്കണി ഇതാ ഇവിടെ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് റെയിലിങ്ങൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഒരു സിംഗിൾ പില്ലറോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടൈലൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ ഈ ഒരു പില്ലറിൻ്റെ ഡിസൈന് താഴെ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈനാണ് കേട്ടോ പില്ലറിന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ക്ലാഡിങ് വർക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈന് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ അപ്സ്റ്റെയറിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. പിന്നെ ബാക്ക് സൈഡിലോട്ട് ഓപ്പൺ ടെറസാണ് വരുന്നത്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചൺ കണ്ട് നോക്കാം. ഇതിൽ ഞാൻ കിച്ചന് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. കിച്ചൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വിശദമായി തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് കിച്ചൺ കാണണം എന്നുള്ളവർ ആ വീഡിയോ കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കിച്ചണിലോട്ടുള്ള ഡോറ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് വരുന്നത്. നല്ല സൗകര്യപ്രദമായിട്ടും നല്ല ഭംഗിയായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നല്ല ഒതുക്കത്തിൽ വരുന്നൊരു ഡിസൈനിലും ചെയ്തെടുത്തിട്ടുള്ള കിച്ചനാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം എന്നുള്ളവർ ആ ഒരു ലിങ്ക് എടുത്തിട്ട് കണ്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ഹോം ടൂർ ഫുള്ള് കാണിക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ. കിച്ചൻ്റെ മോഡലെല്ലാം ഏത് രീതിയിലാണ് വരുന്നത് എന്ന്, അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു കിച്ചണിൽ മെയിനായിട്ട് കാണിക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഡോറ് കണ്ടില്ല, ഇത് ഇവിടുത്തെ ഒരു സ്റ്റോർ റൂമിൻ്റെ ആ ഒരു ഏരിയയാണ് കേട്ടോ. പാൻട്രി യൂണിറ്റാണ് ഇത്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് ഇങ്ങനെ 3 തട്ടുകളായിട്ട് റാക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഡോറങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു ടോൾ യൂണിറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫീലിംഗാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ ഒരു ചെറിയൊരു ഷെൽഫ് അവിടെ വരുന്ന രീതിയിൽ മാത്രമേ തോന്നുന്നുള്ളൂ.
പിന്നെ ഈ ഭാഗത്തായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിൽ കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട്. ആ ഒരു കോർണറിലായിട്ട് സ്റ്റൗവ്, വിറകടുപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്, ഒരു യൂട്ടിലിറ്റി ഏരിയ. ഡോർ സെപ്പറേഷൻ ഒന്നുമില്ല കേട്ടോ, ഓപ്പണായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വലിയൊരു കൊട്ടത്തളം ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പാത്രങ്ങൾ കഴുകിയിട്ട് വെക്കാനുള്ളൊരു സ്റ്റാൻഡിൻ്റെ ആ ഒരു ഫെസിലിറ്റിയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് കൂടാതെ പിന്നെ ഒരു വാഷ് ബേസിനും പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഈ ഒരു ഭാഗത്താണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ ഉൾവശത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടില്ല. കുളിക്കാനുള്ള ഒരു സൗകര്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലൊരു അലക്ക് കല്ലും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല സൗകര്യപ്രദമായി തോന്നി. വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു അങ്ങനെ ഒരു കല്ല് കൊടുക്കുന്നത് നല്ലതായിട്ട് തോന്നി. വാഷിംഗ് മെഷീൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഡിറ്റർജൻറ്റൊക്കെ വെക്കാൻ കഴിയുന്ന രീതിയിൽ അവർ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു മിറർ യൂണിറ്റും വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്